Hello students, welcome back to Bosco Campus Vision. In the last session we discussed about efficient market hypothesis. So now we are moving on to the next topic, that is the empirical test of weak form hypothesis. So the different forms of efficient market hypothesis have been tested through several empirical studies. So നമുക്കറിയാം മെയിൻലി 3 ഫോംസ് ഓഫ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് ആണുള്ളത്. ഒന്ന് വീക്ക് ഫോം, സെമി സ്ട്രോങ് ഫോം ആൻഡ് സ്ട്രോങ് ഫോം. സോ പല എംപിരിക്കൽ സ്റ്റഡീസിലും കൂടെ ആണ് ഈ 3 ഫോംസിൻ്റെയും ടെസ്റ്റിംഗ് നടത്തുന്നത്. And the test of weak form hypothesis are essentially test of whether all information contained in the historical prices of securities is reflected fully in current prices. The weak form of efficient market hypothesis says that new price movements are completely random and are not dependent on past price movements. So രണ്ട് കാര്യങ്ങളാണ് വീക്ക് ഫോം ഹൈപ്പോത്തസിസിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ പ്രൈസിൽ ഉണ്ടായിരുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഇപ്പോൾ കറണ്ട് പ്രൈസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്ലി, ന്യൂ പ്രൈസ് മൂവ്മെൻറ്റ്സ് ആർ കംപ്ലീറ്റ്ലി റാൻഡം ആൻഡ് ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ്. സോ പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചസ് അനുസരിച്ചാണ് പുതിയ പ്രൈസ് മൂവ്മെൻറ്റ്സ് ഒക്കർ ചെയ്യുന്നു എന്നതാണ് വീക്ക് ഫോം എഫിഷ്യൻസി രണ്ടാമതായി പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപിരിക്കൽ ടെസ്റ്റ് ഓഫ് വീക്ക് ഫോം എഫിഷ്യൻസി കണ്ടക്ട് ചെയ്യുന്നത്. And this implies that technical analysis which relies on chart of price movements in the past is not a meaningful analysis for making abnormal trading. The weak form of EMH is thus a direct repudiation of technical analysis. So EMHൻ്റെ വീക്ക് ഫോം പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് അബ്നോർമൽ ട്രേഡിംഗ് നടത്താൻ സാധിക്കില്ല. അതായത് എക്സസ് റിട്ടേൺസ് ഒന്നും തന്നെ ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. സോ ടെക്നിക്കൽ അനാലിസിസിനെ ഡയറക്റ്റായിട്ട് എതിർക്കുന്ന ഒരു ഫോമാണ് വീക്ക് ഫോം ഓഫ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ ദ 3 മെയിൻ ടെസ്റ്റ് ഓർ അപ്രോച്ചസ് യൂസ്ഡ് ഫോർ വീക്ക് ഫോം ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആർ സീരിയൽ കോറിലേഷൻ ടെസ്റ്റ്, റൺ ടെസ്റ്റ് ആൻഡ് ഫിൽട്ടർ ടെസ്റ്റ്. സോ 3 ടെസ്റ്റുകളാണ് വീക്ക് ഫോം ഹൈപ്പോത്തിസിസിൻ്റെ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്: സീരിയൽ കോറിലേഷൻ ടെസ്റ്റ്, റൺ ടെസ്റ്റ് ആൻഡ് ഫിൽട്ടർ ടെസ്റ്റ്. So the first one is serial correlation test. The independence or randomness in stock price movements can be tested by calculating the correlation between price changes in one period and changes for the same stock in another period. The correlation coefficient can take a value ranging from -1 to +1. A positive number indicates a direct relation, a negative value implies a inverse relationship, and a value close to 0 implies no relationship, which means the prices changes are serially independent. സോ പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതോ കംപ്ലീറ്റ് ആയിട്ട് പുതിയ ഇൻഫോർമേഷൻ്റെ ബേസിസിൽ റാൻഡമായിട്ടാണോ പ്രൈസസ് ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരിയൽ കോറിലേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരീഡിലുള്ള പ്രൈസ് ചേഞ്ചസും അതുപോലെ അതേ സ്റ്റോക്കിൻ്റെ തന്നെ വേറൊരു പീരീഡിലുള്ള പ്രൈസ് ചേഞ്ചസുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് അതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കറിയാം കോറിലേഷൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് -1നും +1നും ഇടയ്ക്കായിരിക്കാം. സോ ഈ രണ്ട് പീരീഡിലെയും കോറിലേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കാണിക്കുന്നതെങ്കിൽ അത് തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അതായത് പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സും കറണ്ട് പ്രൈസുമായിട്ട് ഡിപ്പെൻഡ് ആണ്. ആൻഡ് എ നെഗറ്റീവ് വാല്യൂ ഇംപ്ലൈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. സോ നെഗറ്റീവ് വാല്യൂവിലും റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ ഡയറക്റ്റ് അല്ല, ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ബട്ട് എ വാല്യൂ ക്ലോസ് ടു 0 ഇംപ്ലൈസ് നോ റിലേഷൻഷിപ്പ്. 0യ്ക്ക് അടുത്ത് വരുന്ന ഒരു വാല്യൂ ആണെങ്കിൽ ഈ രണ്ട് പീരീഡിലെ പ്രൈസ് ചേഞ്ചസ് തമ്മിലും ഒരു ഡിപ്പെൻഡൻസിയും ഇല്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. So when the correlation test is done, if the values are close to 0, then it implies that the current stock prices are random and are not dependent on the past price movements. Next is run test. The run test is another test used to test the randomness in stock price movement. In this, only the direction of price changes is considered. സോ സ്റ്റോക്കിൻ്റെ റാൻഡംനെസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു ടെസ്റ്റാണ് റൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രൈസിൻ്റെ വാല്യൂസ് ഒന്നും നോക്കാറില്ല, ജസ്റ്റ് അതിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് നോക്കുന്നത്. അതായത് പ്രൈസ് ചേഞ്ചസ് കൂടിയോ കുറഞ്ഞോ എന്ന് മാത്രമാണ് റൺ ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത്. ആൻ ഇൻക്രീസ് ഇൻ പ്രൈസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പ്ലസ് സൈൻ, എ ഡിക്രീസ് ഇൻ റെപ്രസെൻറ്റഡ് ബൈ മൈനസ് സൈൻ ആൻഡ് 0 റെപ്രസെൻറ്റ്സ് നോ ചേഞ്ച് ഇൻ പ്രൈസ്. A consecutive sequence of the same sign is considered as a run.
സോ 3 സൈനാണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് സൈനും, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മൈനസ് സൈനും, ഇനി ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ സീറോയും. സോ ഈ സൈൻസിൻ്റെ കണ്ടിന്യൂസ് സീക്വൻസസിനെയാണ് നമ്മൾ ഒരു റൺ എന്ന് പറയുന്നത്. So here the particular sequence have 5 runs. Run of 4 positives followed by 3 negatives, followed by another run of 0, a fourth run of 2 negatives and a fifth run of 2 positives. സോ ഇവിടെ ആദ്യമേ 4 പോസിറ്റീവ് സൈൻ ആണ്. സോ അതൊരു പ്രൈസ് ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. സോ അതൊരു പർട്ടിക്കുലർ റൺ ആണ്. നെക്സ്റ്റ് ഈ സൈൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു മൈനസ് സൈൻ ആണ് ഒക്കർ ചെയ്തേക്കുന്നത്. അത് പ്രൈസ് ഡിക്രീസസ് ആണ് കാണിക്കുന്നത്. സോ അതൊരു നെക്സ്റ്റ് സെറ്റ് ഓഫ് റൺ ആണ്. പിന്നെ ഒരു 0 ആണ്, അത് അടുത്ത റണ്ണാണ്, തേർഡ് റൺ. ഫോർത്ത് റൺ എന്ന് പറയുന്നത് വീണ്ടും 2 നെഗറ്റീവ്സ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ഫിഫ്ത്ത് റൺ എന്ന് പറയുന്നത് വീണ്ടും 2 പോസിറ്റീവ്സ് ആണ്. സോ ഇങ്ങനെ ഒരേ സൈൻസിൻ്റെ കോൺസിക്യൂട്ടീവ് സീക്വൻസസിനെയാണ് നമ്മളൊരു റൺ എന്ന് പറയുന്നത്. സോ ദ ആക്ച്വൽ നമ്പർ ഓഫ് റൺസ് ഒബ്സർവ്ഡ് ഇൻ എ സീരീസ് ഓഫ് സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദ നമ്പർ ഓഫ് റൺസ് ഇൻ എ റാൻഡംലി ജനറേറ്റഡ് നമ്പർ സീരീസ്. If no significant differences are found, then security prices changes are considered to be random in nature. സോ ആദ്യമേ കറണ്ട് പീരീഡിലുള്ള ഒരു സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ റൺസ് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കും. അതിനുശേഷം റാൻഡംലി ചൂസ് ചെയ്ത ഒരു പീരീഡിലെ നമ്പർ സീരീസിലെ റൺസുമായിട്ട് കമ്പയർ ചെയ്യും. സോ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസസ് ഒന്നുമില്ല, രണ്ട് പീരീഡിലെയും റൺസ് സെയിം ആണെങ്കിൽ then the security prices changes are considered to be random in nature. സോ ഡിഫറൻസസ് ഒന്നും ഇല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സ് റാൻഡം ആണ്. ഇനി അഥവാ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ വി കണ്ടക്ട് എ റൺ ടെസ്റ്റ് ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദ റാൻഡംനെസ് ഇൻ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സ്. Next is filter test. Filter tests have been developed as direct test of specific mechanical trading strategies to examine their validity and usefulness. Technicians set up trading strategies based on such patterns to earn excess return. This strategy is called a filter rule. സോ ഫിൽട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന പലതരം സ്ട്രാറ്റജീസും അതുവഴി എക്സസ് റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ, സോ അതിൻ്റെ വാലിഡിറ്റിയും യൂസ്ഫുൾനെസ്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. The filter test is usually stated in the following way. Purchase the stock when it is rises by X% from the previous low and sell it when it declines by X% from the subsequent high. The filter may range from 1% to 50% or more. സോ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ കണ്ട പല സ്ട്രാറ്റജീസിൻ്റെ ഒരു സിമ്പിൾ ഫോമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ചാർട്ട്സും ചാർട്ട് പാറ്റേൺസും ഇൻഡിക്കേറ്റേഴ്സും വഴിയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പെർസെൻറ്റേജ് വഴി പറയുന്നതേ ഉള്ളൂ. അതായത് ഒരു ലോ ഫിഗറിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുക, ഒരു ഹൈ ഫിഗറിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുക. സോ ഇങ്ങനെയുള്ള മുൻകൂട്ടി പ്രഡിക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലെ എക്സസീവ് റിട്ടേൺസ് ഉണ്ടാക്കിയിരുന്നത്. സോ ഈ ഫിൽട്ടർ എന്ന് പറയുന്നത് ആ ഇൻക്രീസ് ചെയ്യുന്ന പർട്ടിക്കുലർ പെർസെൻറ്റേജിനാണ് നമ്മൾ ഫിൽട്ടർ എന്ന് പറയുന്നത്. അതിപ്പോൾ 1% to 50% ആകാം, അല്ലെങ്കിൽ അതിൽ കൂടുതലാകാം. ആൻഡ് ദ ഓൾട്ടർനേറ്റീവ് ടു ദിസ് ആക്റ്റീവ് സ്ട്രാറ്റജി ഈസ് പാസീവ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി. സോ ഈ ഫിൽറ്റർ റൂൾ സ്ട്രാറ്റജിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സ്ട്രാറ്റജിയാണ് പാസീവ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഷെയർ വാങ്ങി വെക്കുക, വില കൂടുമ്പോൾ വിൽക്കുക, വില കുറയുമ്പോൾ വീണ്ടും വാങ്ങുക, അങ്ങനെയുള്ള നോർമൽ കേസസ് ആണ്. ഇവിടെ അങ്ങനെ പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്, കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് എക്സസീവ് റിട്ടേൺസ് ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. ടെക്നിക്കൽ അനാലിസിസിലാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും പെർസെൻറ്റേജസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എക്സസ് റിട്ടേൺസിന് ശ്രമിക്കുന്നത്. And the returns generated by trading according to the filter rule are compared with the returns earned by an investor following the buy and hold strategy. If trading with filter results in superior returns, that would suggest the existence of patterns in price movements and negate the weak form EMH. സോ ഈ ഫിൽട്ടർ റൂൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് കിട്ടിയ റിട്ടേൺസും സാധാ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് കിട്ടിയ റിട്ടേൺസും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഫിൽട്ടർ റൂൾ വഴി കിട്ടിയ റിട്ടേൺസ് ആണ് കൂടുതലെങ്കിൽ അതിനർത്ഥം പ്രൈസ് മൂവ്മെൻറ്റ്സിന് പലതരം പാറ്റേൺസ് ഉണ്ടെന്നാണ്. അതായത് പാസ്റ്റിൽ എങ്ങനെയാണോ മൂവ് ചെയ്തിരുന്നത് അതുപോലെ ആയിരിക്കും ഫ്യൂച്ചറിലും മൂവ് ചെയ്യുക. സോ പാറ്റേൺസ് എക്സിസ്റ്റിംഗ് ആണെന്ന് തെളിയുകയാണെങ്കിൽ അത് ടെക്നിക്കൽ അനാലിസിസിനെ സ്ട്രോങ് ആക്കുകയാണ്. അതേസമയം ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി വഴി കിട്ടിയ റിട്ടേൺസ് ആണ് കൂടുതലെങ്കിൽ അത് വീക്ക് ഫോം എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിനെ സ്ട്രോങ് ആക്കുന്ന ഒരു റിസൾട്ടാണ്. So this is how we conduct a filter test in order to examine the validity and usefulness of the technical trading strategies.
and it can be concluded that the various results of empirical studies have been virtually unanimous in finding little or no statistical dependence and price patterns, and this has corroborated the weak form efficient market hypothesis. സോ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം എംപിരിക്കൽ സ്റ്റഡീസിലെയും കൂടെ റിസൾട്ട്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പാസ് പ്രൈസ് മൂവ്മെൻറ്റ്സും കറണ്ട് പ്രൈസുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസും കാണിക്കുന്നില്ല. സോ നമ്മൾ ഈ പറഞ്ഞ ഓരോ ടെസ്റ്റുകളും ഓരോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ എക്കണോമിസ്റ്റും സ്റ്റാറ്റിസ്റ്റീഷ്യൻസും ഒക്കെ അപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടുപിടിച്ചതാണ്. സോ അതിലെ ഭൂരിഭാഗം റിസൾട്ട്സും വീക്ക് ഫോം എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. So according to the studies, we can say that the price movements are independent and completely random, and the current prices reflect all the information contained in the historical prices of securities. So in this session, we discussed about weak form efficiency and the various tests used for the empirical testing of weak form efficiency. Hope all are clear with the topic. Thank you.